ചത്തേ ചത്തേ ഇനി കാലു രണ്ടും കൂട്ടിക്കെട്ടി തെക്കേ ദിക്കിൽ എവിടെയും കുഴിമാന്ത് വീണ്ടും വീണ്ടും ഒരു ശാപശകുനപ്പിഴയായി ഞാൻ ഈ വീട്ടിൽ നാട്ടിലും വീട്ടിലല്ല AKG സെന്ററിലും പാർട്ടി ഓഫീസിലും ഇഴയുന്നേ ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്യുന്നു. എല്ലാണോ വട്ടത്തിൽ വട്ടത്തിലും നീളത്തിലും ചതുർഭുജത്തിലും ചോദ്യം ചെയ്ത് ആദ്യം എല്ലാരെയും ഇങ്ങനെ ചോദ്യം ചെയ്ത് വിട്ടയക്കുകയായിരുന്നു. പത്മകുമാറിനെ ആദ്യം SIT ചോദ്യം ചെയ്യുന്നു, വിട്ടയക്കുന്നു. വാസുവിനെ ചോദ്യം ചെയ്യുന്നു, വിട്ടയക്കുന്നു. പോറ്റിയെ ചോദ്യം ചെയ്യുന്നു, വിട്ടയക്കുന്നു. മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യുന്നു, വിട്ടയക്കുന്നു. പിന്നെ വീണ്ടും ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചപ്പോഴായിരുന്നു തുരുതുരാ അറസ്റ്റുകൾ. നോക്കൂ, ഇത് ശനിയാഴ്ച നടന്ന ചോദ്യം. മാനവരെ, അവിടെയാണ് നമ്മൾ കാണേണ്ട ചില വസ്തുതകൾ ഒളിഞ്ഞു കിടക്കുന്നത്. ശനിയാഴ്ച ചോദ്യം ചെയ്യുന്നു, SIT വിളിപ്പിച്ച് ചോദ്യം ചെയ്യുന്നു. ഇന്നലെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടത്തിയപ്പോ പോലും ഇത് പറഞ്ഞില്ലല്ലോ. അതെന്താ മാനവരെ? നിങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു. ഇന്നലെ കടകംപള്ളിയെ വിളിച്ച് ചോദ്യം ചെയ്തു. അദ്ദേഹം അന്ന് മന്ത്രിയായിരുന്ന കാലത്തെ എല്ലാ കാര്യങ്ങളും SITയോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോരായിരുന്നു. എന്തുകൊണ്ട് വാർത്താ സമ്മേളനത്തിൽ പോലും നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി ഒരക്ഷരം മിണ്ടാതെ ഇതങ്ങ് പൂഴ്ത്തി പുറത്തു വരത്തില്ലെന്ന് കരുതിയോ? അതെ, ഇത് നമ്മള് വിളിച്ചു കൂയിക്കൊണ്ട് നടക്കണോ? വേണമെങ്കിൽ അന്വേഷിച്ചു. നിർത്തണോ? നിങ്ങളുടെ മടിയിലാണ് കനമില്ലാത്തതും, നിങ്ങളുടെ കൈകളാണ് ശുദ്ധമായിട്ടുള്ളത്. അപ്പൊ പിന്നെ ഇതൊക്കെ അങ്ങ് പറയുന്നല്ലേ, ജനങ്ങളോട് പറയുന്നതല്ലേ നല്ലത്. അല്ല, കാര്യം എന്താണെന്നറിയാമോ? ഇത് ജനങ്ങളെ ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. ശബരിമലയിൽ നടന്നിട്ടുള്ള കൊള്ളയിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. സർക്കാർ ആ ഉത്തരവാദിത്തം നിറവേറ്റണം. അവർ ചോദ്യം ചെയ്തു, ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു. നിങ്ങൾക്കല്ലല്ലോ, കടകംപള്ളിക്കല്ലേ. നിങ്ങൾ അങ്ങോട്ട് മാറുന്നില്ലേ? നിങ്ങളെ ആര് വിളിച്ച്? 2019 ദേവസ്വം മന്ത്രി ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ വിളിച്ച് ചോദ്യം ചെയ്യുന്നു. ഞാൻ പറയട്ടെ. അതായത് ചോദ്യം ചെയ്യുമ്പോൾ ചില സംശയങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ SIT ചോദ്യം ചെയ്യുന്നത്. ശരി, പോറ്റിയുമായിട്ട് എവിടെയെങ്കിലും വെച്ച് കണ്ടപ്പോൾ ഒരു ഫോട്ടോ എടുത്തു. ഓക്കെ, പോട്ടെ, സാരമില്ല. അത് പോറ്റി ശബരിമലയിൽ വന്ന് എപ്പോഴെങ്കിലും ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രനെ കണ്ടിട്ടുണ്ടാകും. ദേവസ്വം മന്ത്രി ആയിരുന്നല്ലോ അദ്ദേഹം, ശബരിമലയിൽ പലതവണ പോയിട്ടുള്ളതുമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പോറ്റി എവിടെയെങ്കിലും ഒക്കെ വെച്ച് കണ്ട് ഒരു ഫോട്ടോ എടുത്തു. നമ്മൾ അങ്ങനെ കാണുന്നുള്ളൂ. പക്ഷേ ഈ ബംഗളൂരുവിൽ എങ്ങനെയാണോ പോറ്റിയുടെയും ഗോവർദ്ധന്റെയും, അതായത് ബെല്ലാരിയിൽ മറ്റേ സ്വർണം കൊണ്ടു കൊടുത്ത സ്വർണ്ണ ജ്വല്ലറി ഉടമയുണ്ടല്ലോ, ബെല്ലാരിയിലെ ആ ഗോവർദ്ധനന്റെയും കൂടെ നിന്ന് കടകംപള്ളി എങ്ങനെയാണോ ചിത്രം എടുക്കുന്നത്? എങ്ങനെ പറയൂ മാനവരെ. സ്വർണത്തിന്റെ വില കൂടിയിട്ടുണ്ട്, 1 ലക്ഷം കടന്നിട്ടുണ്ട്. നമ്മൾ അതിന്റെ കാര്യമല്ല പറയുന്നത്, പറ മാനവരെ. കടകംപള്ളിയെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു, അറസ്റ്റ് ചെയ്തില്ല. ഇത് ഇത്രയും 4 ദിനം നമ്മൾ ചോദിച്ചതിന് മറുപടി പറയൂ. ഗോവർദ്ധനുമായിട്ട് എങ്ങനെയാണ് പരിചയം? ഞാൻ പറഞ്ഞു, അതും ദേവസ്വം മന്ത്രി ആയിരുന്ന കാലത്ത് എങ്ങനെയാണോ ഗോവർദ്ധനുമായിട്ടൊക്കെ പരിചയം വരുന്നത്? പോറ്റി അടിച്ചു മാറ്റിക്കൊണ്ടുപോയ സ്വർണം ഗോവർദ്ധന്റെ ജ്വല്ലറി കൊണ്ട് കൊടുത്തു. പോറ്റിയാണ് അതിന് കാരണക്കാരനെന്ന് നമ്മൾ അങ്ങ് വിശ്വസിക്കാം. പക്ഷെ ഈ ഗോവർദ്ധന്റെ കൂടെ എങ്ങനെയാണ് ഈ പറയുന്ന കടകംപള്ളി നിന്ന് ഫോട്ടോ എടുക്കുന്നത്? അതും ബംഗളൂരുവിലെ ഫോട്ടോയാണ് പുറത്തു വന്നത്. കേരളത്തിലുള്ള മന്ത്രിക്ക് ബംഗളൂരു വെക്കൂടെ? ഈ ബംഗളൂരുവിൽ പോകുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അവിടെ വെച്ച് ഈ പോറ്റിയുടെയും ഗോവർദ്ധന്റെ ഒക്കെ കൂടെ ഫോട്ടോ എടുക്കുമ്പോൾ പിന്നെ എല്ലാരും കൂടെ ഫോട്ടോ എടുത്തോണ്ട് നടക്കില്ലേ? ഫോട്ടോ പുറത്തു വന്നത് കണ്ടില്ലേ? കണ്ടായിരുന്നു. അവരെല്ലാരും കൂടെ. അല്ല, നിങ്ങൾ മറ്റേ സോണിയാഗാന്ധിയും ഗോവർദ്ധനും നിൽക്കുന്ന ഫോട്ടോ കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചില്ലായിരുന്നു? അതുപോലെയാണ് ഇതിന് മറുപടി പറയണം. കാരണം ഇവിടെ സൗകര്യം വേണം നിങ്ങൾക്ക്. കാരണം 2019 അവിടെ കൊള്ള നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം നിങ്ങൾക്ക് കാണടോ. നിങ്ങൾ അതിന് മറുപടി പറയണോടോ. അന്വേഷണം പുരോഗമിക്കുകയാണ്. ആ പുള്ളിയെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കി SIT നോക്കിക്കോളും കേട്ടോ. അയ്യോ, ഇതുവരെ അങ്ങനെ അല്ലായിരുന്നല്ലോ മാനവരെ. പാർട്ടി സെക്രട്ടറി നിന്ന് അടിക്കുമായിരുന്നു വാർത്താ സമ്മേളനത്തില്. ശബരിമല നമുക്ക് അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അതൊരു തിരിച്ചടി ആയിട്ടേ ഇല്ല, ആയില്ലെന്ന് നിങ്ങളെ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞു. സമ്മതിച്ചു, ശബരിമല തിരിച്ചടിച്ചു. ഞങ്ങൾ പാർട്ടിയെ സമ്മതിച്ചു, അത് തിരിച്ചടി ആയി. അപ്പൊ പാർട്ടി സെക്രട്ടറിക്ക് വലിയ റോളുണ്ട്. പക്ഷെ ഞങ്ങൾ എല്ലാ ഏകകണ്ഠേന ഞങ്ങൾ തീരുമാനിച്ചു അത് തിരിച്ചടി ആയിട്ടുണ്ട്. ഭക്തരെ ന്യൂനപക്ഷങ്ങളെ
വോട്ട് ഞങ്ങളിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു, ന്യൂനപക്ഷങ്ങൾ ഞങ്ങളിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു. മാത്രമല്ല വിശ്വാസികൾ നമ്മളെ ചെറുതായിട്ട് കൈവിട്ടിട്ടുണ്ട്. ചെറുതായിട്ടല്ല, നല്ല രീതിയിൽ കൈവിട്ടു. ഇന്ന് കടകംപള്ളിയുടെ ചോദ്യം ചെയ്യലും കൂടെ ആയതോടെ അത് പൂർണ്ണമായിരിക്കും. വലിയ കാര്യത്തിൽ ആഘോഷിക്കരുന്നത് കേട്ടോ. ഈച്ച പോലും അറിഞ്ഞില്ല പുള്ളിനെ ചോദ്യം ചെയ്തു. അതല്ലേ, ഈച്ച പോലും അറിയാതെ വന്ന് എന്തിനാണോ ദേവസ്വം മന്ത്രിയെ ചോദ്യം ചെയ്യുന്നത്? കോൺഫിഡൻഷ്യൽ ISITക്ക് കോൺഫിഡന്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ രഹസ്യം, അതൊക്കെ അന്വേഷണ രഹസ്യം. അയ്യോ, ഇത് വിജയകുമാറിനെ കൊണ്ടുപോയി അറിഞ്ഞായിരുന്നു. പോയി കീഴടങ്ങിയതല്ലേ? ആ അതെ, നിന്ന് നിൽപ്പിൽ പോയി കീഴടങ്ങി. എന്താണെന്നറിയാമോ, ഇനി പിടിച്ചു നിന്നിട്ട് കാര്യമില്ല എന്ന്. പാർട്ടിയും കൈവിട്ടു, സർക്കാരും കൈവിട്ടു. ഒരു മനുഷ്യൻ ആത്മഹത്യയുടെ വക്കീലാണ്, ആത്മഹത്യ ചെയ്യുന്നതാണ്. അറിയാമോ എന്തിനാ കക്കാൻ പോയത്? അത് പിന്നെ എല്ലാരും കൂടി അറിഞ്ഞുകൊണ്ടാണ് ചെയ്തിരുന്നത്. പത്മകുമാർ പറയാണ്, പത്മകുമാർ അല്ല, N. വിജയകുമാർ പറയാണ്, സഖാവ് പറഞ്ഞു ഞാൻ കേട്ടു എന്ന്. ആ അതെ, സഖാവ് പറഞ്ഞു കേട്ടു എന്ന്. പത്മകുമാർ നിർത്തൂ. സഖാവ് ആരാണ്? സഖാവ് പത്മകുമാർ. പത്മകുമാർ പറഞ്ഞപ്പോൾ അത് അതേപോലെ ചെയ്തത് ആരാണ്? വിജയകുമാർ. ആരാണ് നിങ്ങളുടെ വിജയകുമാർ? ഞങ്ങളുടെ ആരുമല്ല. വിജയകുമാർ ഇവരുടെ അടുത്ത ആളാണ്. സെക്രട്ടേറിയറ്റിലെ ഇടത് സംഘടനയുടെ വലിയ കൊണാണ്ടർ ആയിരുന്നു. ഞങ്ങൾ അകന്ന ആള്. അകന്നില്ല, ഇതുവരെ അകന്നിട്ടില്ല. ഇപ്പോഴും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഡിസ്മിസ് ചെയ്തു. നിങ്ങൾ ആരും ഡിസ്മിസ് ചെയ്തിട്ടില്ല. കൊള്ളയുമായി ബന്ധപ്പെട്ട് അകത്തായിട്ടുള്ള നിങ്ങളുടെ ആൾക്കാരെ ആരെയും നിങ്ങൾ തള്ളി പറഞ്ഞിട്ടില്ല. ഇന്നലെ എന്തിനേറെ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി പോലും തള്ളി പറഞ്ഞിട്ടില്ല. അത് പിന്നെ അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. കുറ്റപത്രം വന്നതിന് ശേഷം അവരുടെ കുറ്റത്തിന്റെ തീവ്രത എത്ര ഉണ്ട് എന്ന് അളന്നതിന്, ശ്രീമതി അളന്നതിന് ശേഷം മാത്രമേ പാർട്ടി നടപടിയെടുക്കത്തുള്ളൂ. അങ്ങനല്ലേ? അങ്ങനെയാണ് മാനവരെ. ഞങ്ങൾ ഒരു ഓളത്തിന് പറഞ്ഞേ ഉള്ളൂ, കുറ്റം തെളിയട്ടെ. അല്ല, നിങ്ങൾ ഇത് പറയാത്ത എന്ത്? മറ്റേ SITക്ക് മുൻപിൽ ചോദ്യം ചെയ്യലിന് പോയത് AI കടകംപള്ളിയാണ്, ഒറിജിനൽ കടകംപള്ളി പാർട്ടി ഓഫീസിലുണ്ടെന്ന് പറയാത്ത എന്താ? പാർട്ടി സെക്രട്ടറി സാധാരണ ഇപ്പൊ ഇങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത്. ക്യാപ്സ്യൂളൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല കേട്ടോ. ഞങ്ങൾക്ക് നടന്ന കാര്യം നടന്നതുപോലെ പറയാനും ഇല്ലാത്ത കാര്യം ഇല്ലാന്ന് പറയാനും ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇതിന് മുൻപേ കടകംപള്ളിയെ ചോദ്യം ചെയ്യേണ്ടതാണ്. പക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ മാറ്റി വെച്ചേക്കുമായിരുന്നു. അപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ല, തദ്ദേശത്തിലെ അവസ്ഥ അറിഞ്ഞാലല്ലേ നിയമസഭയിൽ കാര്യമുള്ളൂ മാനവരെ. ആഘോഷിക്കാൻ ഒന്നും കിട്ടിയില്ല. അയ്യോ, നിങ്ങൾ തന്നെയാണല്ലോ നിങ്ങൾക്ക് ആഘോഷിക്കാനുള്ള വക ഉണ്ടാക്കി കൊടുക്കുന്നത്. ചോദിച്ചെന്ന് അറിഞ്ഞൂടെ, എപ്പോ പോയെന്ന് അറിഞ്ഞൂടെ, ഒന്നും ആരും അറിഞ്ഞില്ല. ആഘോഷിക്കാൻ വക കിട്ടിയില്ല. ലാസ്റ്റ് 4 ദിവസം കഴിഞ്ഞിട്ട് പൊക്കിക്കൊണ്ട് വരെ ചോദ്യം ചെയ്തു. അയ്യോ, അത് ഊച്ചാളിത്തരമാടോ. കാര്യം എന്താണെന്നറിയാമോ? കടകംപള്ളിയെ ചോദ്യം ചെയ്യലിന് കൊണ്ടുപോയി കടകംപള്ളിയെ വിളിച്ച് SIT ചോദ്യം ചെയ്തെന്ന് എന്തുകൊണ്ട് നിങ്ങളുടെ പാർട്ടി പറയുന്നില്ലടോ? ഇന്നലെ പാർട്ടി സെക്രട്ടറി വന്നൊരു വാർത്താ സമ്മേളനം നടത്തിയപ്പോ പോലും ഒരു അക്ഷരം വേണ്ടിയില്ല. ഞങ്ങൾ എന്തിനു പറയണം? അയ്യോ, അത് നിങ്ങൾക്കാണ് ഉത്തരവാദിത്വം ഉള്ളത് പറയേണ്ടത്. നിർത്ത്. വാർത്താ സമ്മേളനം നടക്കുമ്പോ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറിക്ക് പറയാമായിരുന്നല്ലോ. ഇങ്ങനെ പറയാതെ വെച്ചിരിക്കുന്നത് കൊണ്ടാണ് നാട്ടുകാരെല്ലാം കൂടെ നിങ്ങളുടെ നെഞ്ചത്ത് കുത്തുന്നത്. SIT പറയണമായിരുന്നു, ഇന്നയാളെ ചോദ്യം ചെയ്ത് പോയി കണ്ടുപിടിക്കണം. അയ്യോ, അപ്പൊ നിങ്ങൾ CPM-കാർക്ക് ഇവിടുത്തെ ജനങ്ങളോട് ധാർമ്മികമായ ഉത്തരവാദിത്വം ഒന്നും ഇല്ലേ? ഇതിലൊക്കെ എന്ത് ധാർമ്മികത ഇരിക്കുന്നു? സ്വർണ്ണക്കൊള്ള നടന്നതിൽ നിങ്ങൾക്ക് ധാർമ്മികമായ ഉത്തരവാദിത്വം ഇല്ലേടോ? പറഞ്ഞുകൊണ്ട് നടക്കണോ? ഞങ്ങൾ ചോദ്യം ചെയ്തെന്ന്, ഞങ്ങൾ പത്മകുമാർ ചോദ്യം ചെയ്തെന്ന് ഞങ്ങൾ പറഞ്ഞോ? അയ്യോ, ചോദ്യം ചെയ്തതല്ല, പിടിച്ചോണ്ട് പോകും. അതൊക്കെ നാട്ടുകാർ അറിഞ്ഞു ചെയ്ത കാര്യങ്ങളല്ലേ. പക്ഷെ കടകംപള്ളിയുടെ കാര്യം മാത്രം പൂഴ്ത്തി വെച്ചു. കടകംപള്ളി ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കയ്യിന്ന് പോണല്ലോ. ചോർന്നു പോകാതിരിക്കാൻ ഇട്ടായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ ഒരു പേടിയില്ല. ഞങ്ങൾ ചോദ്യം ചെയ്യാൻ ചോദ്യങ്ങൾക്ക് മറുപടി ഇതേ കോൺഫിഡൻസ് തന്നെയായിരുന്നു വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പാർട്ടി സെക്രട്ടറിക്ക്. പക്ഷെ രാത്രി ആയപ്പോഴത്തേക്ക് മാറ്റി പറയേണ്ടി വന്നു. എന്ത് മാറ്റി പറഞ്ഞു? ശബരിമല ചെറുതായിട്ടൊന്ന് തിരിച്ചടിച്ചിട്ടുണ്ട്. ചെറുതായിട്ടല്ല, നന്നായിട്ട് തിരിച്ചടിച്ചു. ഞങ്ങൾക്ക് അങ്ങോട്ട് സമ്മതിക്കാൻ പറ്റുന്നില്ല. അതെ, പറ്റുന്നില്ല, അതങ്ങോട്ട് പറ്റുന്നില്ല. അയ്യപ്പ ഞങ്ങളെ ചതിച്ചു എന്ന് ഞങ്ങൾക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വിശ്വാസികൾ ഞങ്ങൾ കൈവിട്ടു എന്ന് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അല്ലല്ല, വിശ്വാസികൾ നിങ്ങളെ എന്തിനാ വിശ്വാസത്തിൽ എടുക്കേണ്ട കാര്യം എന്താ? വിശ്വാസികൾ ഞങ്ങൾ ഈ മണിയെ ചോദ്യം ചെയ്തു. അയ്യപ്പ സംഗമം ഞങ്ങൾ നടത്തിയത്. അയ്യോ, അതിനുശേഷം ഇമാതിരി പണിയൊക്കെ കിട്ടിയത്. അയ്യപ്പന് പോലും പിടിച്ചില്ല അവിടെ സംഗമം നടത്തിയത്. അയ്യപ്പന്റെ പേരിൽ സംഗമം നടത്തിയിട്ട് 10 വോട്ട് പെട്ടിയിൽ എത്തിക്കാന്ന് വിചാരിച്ചു. അയ്യപ്പൻ വിടുവോ? അതോട്ട് കിടക്കുന്നു. ഞങ്ങളുടെ ബലമായ സംശയം അയ്യപ്പൻ കോൺഗ്രസിലെ ഒരു കോഴി ഉണ്ടായിരുന്നല്ലോ, പോയി ശബരിമലയിൽ പോയതിനു ശേഷമാണ് ഞങ്ങൾക്ക് ഗതിയില്ല കേട്ടോ.
കണ്ട് കിടക്കുന്നു. നിങ്ങൾക്ക് അതിന് ഈ കൂടോത്രത്തിലൊക്കെ വിശ്വാസം ഉണ്ടോ? ഇല്ലെന്നാണല്ലോ. അവിടെ പോയി എന്തോ പറഞ്ഞു, ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ. അല്ല, നിങ്ങളുടെ കയ്യിലിരിപ്പോണ്ടല്ലേ? ഞങ്ങൾ അല്ലാതെ അവിടെ സ്വർണ്ണത്തിൽ കൈയിട്ട് നക്കിയത് കൊണ്ടല്ല. ഞങ്ങളുടെ കയ്യിലിരിപ്പോ ഒരു പകുതി, ബാക്കി കണ്ണേറ് വേണ്ടതോ കണ്ണേറ്. നിങ്ങൾക്ക് അതിലൊക്കെ വിശ്വാസം ഉണ്ടോ? എനിക്ക് വിശ്വാസമുണ്ട്. 10 വർഷത്തെ ഞങ്ങളുടെ അയ്യോ, നിങ്ങളുടെ പിണറായിക്ക് വിശ്വാസമുണ്ട്. കണ്ടില്ലേ ഹോമങ്ങളൊക്കെ നടത്തുന്നത്, ഓരോരോ ഹോമങ്ങൾ. 10 വർഷത്തെ ഞങ്ങളുടെ വികസനത്തിന് കണ്ണേറ്. ഇവിടെ ആർക്കും അടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള വികസനം ഞങ്ങൾ കാഴ്ചവെച്ചപ്പോ കണ്ണേറേറ്റതാണ്. എല്ലാം കൂടി താടാണ്. എന്നാ മറ്റേ മുളക് എടുത്ത് കയ്യിൽ തുപ്പിയിട്ടെന്ന് ഞങ്ങൾ വെഞ്ചരിക്കും, ഞങ്ങൾ മുളകെടുത്ത് ഹോമം ചെയ്യും, ഞങ്ങൾ വേണമെങ്കിൽ മറ്റൊന്നുമല്ല. പക്ഷെ അണ്ണാക്കിലെ പുക മുഴുവൻ അണ്ണാക്കിലോട്ട് പുക മുഴുവൻ കയറി എന്നാണല്ലോ നമ്മൾ അറിയുന്നത്. എന്ത് പുക? ഹോമം ചെയ്തിട്ട് മൂട്ടിൽ പൊട്ടുന്നത് ഇറങ്ങി ഓടുന്നത് നിങ്ങളുടെ ആൾക്കാർ തന്നെയാണല്ലോ. അതെ, ഞങ്ങളുടെ ആൾക്കാർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പുറത്താക്കാൻ ഞങ്ങൾക്ക്. ഇന്ന് വിജയകുമാർ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? സഖാവ് പറഞ്ഞത് ഞാൻ അനുസരിച്ചു. സഖാവിനെല്ലാം അറിയാം. അപ്പൊ ഇന്ന് സഖാവ് എന്ന് പറഞ്ഞ എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് ദൈവതുല്യർ തുല്യരെ കൈവിട്ടെന്നാ തോന്നുന്നു. സഖാവ് എന്ന് പറയുന്ന ആൾക്ക് പേരില്ലേ? പേര് പറഞ്ഞാൽ മതിയായിരുന്നു. സഖാവ് പത്മകുമാർ. നിങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാത്ത പക്ഷം സഖാവ് പത്മകുമാർ, സഖാവ് വാസു, സഖാവ് എൻ വിജയകുമാർ. അല്ല, നമ്മൾ അങ്ങനെ വേണമല്ലോ പറയാം. അതാ പറഞ്ഞു സഖാവ് പത്മകുമാർ. അയ്യോ, പിന്നെ പിണറായി സഖാവ് എന്ന് നിങ്ങൾ പറയുന്നത് എം വി ഗോവിന്ദൻ സഖാവ് എന്ന് പറയുന്നത് അതുപോലെയാണ് ഈ കുപ്രസിദ്ധരെ പറ്റി പറയുന്നത്. ഞങ്ങൾ സഖാവ് കുപ്രസിദ്ധരെ ചേർത്ത് പറയണ്ട. പിന്നെ നിങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണോ? നിങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്ക്. നമ്മളെ വിളിക്കൂല സഖാവ് എന്ന്. അയ്യോ, അപ്പൊ അതുവരെ സഖാവ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നവരെ സഖാവ. പുറത്താക്കി കഴിഞ്ഞു സഖാവല്ലേ? അല്ലല്ല, പുറത്താക്കണം. പക്ഷെ അകത്തായവരെ എങ്ങനെ പുറത്താക്കും? അകത്ത് കിടക്കുന്നവരെ നിങ്ങൾ ഇനി എങ്ങനെ പുറത്താക്കും? SIT പക്ഷാതൊക്കെ പിടിച്ചെടുക്കുന്ന മനുഷ്യരേക്ക് കഷ്ടമാണിത്. അതെ, എന്താ അയ്യപ്പനാണോ ഉപദ്രവിക്കുന്നത്? അല്ല, വെറുതെ പോന്നല്ല. ഹൈക്കോടതിയാ പറഞ്ഞ 2019 ദേവസ്വം ബോർഡിൽ ഇരുന്ന എല്ലാവരും കള്ളന്മാരാണെന്ന്. പിന്നെ ഹൈക്കോടതിക്ക് നിങ്ങളൊരു മുട്ട വയ്ക്കും. ഞാനുണ്ടല്ലോ, ഹൈക്കോടതി ഇങ്ങനെ ഇതായിട്ട് പറയണില്ല, പക്ഷെ SITക്ക് ഒരു സമാധാനം കൊടുക്കണില്ല. അതെ, ഹൈക്കോടതിക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ CBIക്ക് അന്വേഷണം കൈമാറാൻ സാധ്യതയുണ്ട് കേട്ടോ. കേട്ടോ മനോരെ? SIT അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് പോകും. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൂട് കൊടുത്താല്, പിരികേറ്റി കൊടുത്താലേ SIT ഓരോ അറസ്റ്റ് നടത്തത്തുള്ളൂ. ഹൈക്കോടതി ഇങ്ങനെ സമ്മർദ്ദം കൊടുക്കരുത്. അപ്പൊ അതെന്ത് ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങളുടെ മുക്കിനോട് പറയണം SITക്ക് സമ്മർദ്ദം കൊടുക്കരുതെന്ന്. ഞങ്ങളുടെ മുക്കിയതും സമ്മർദ്ദം ചെലുത്തിയിരിക്കില്ല. അയ്യോ, പിന്നെ ഇതുവരെ കടകംപള്ളിയെ ചോദ്യം ചെയ്യാത്തതിൽ സമ്മർദ്ദം ഇല്ലായിരുന്നു അല്ലേ? എൻ വിജയകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ സമ്മർദ്ദം ഇല്ലായിരുന്നു അല്ലേ? നമ്മളിത് വിശ്വസിക്കണമല്ലേ മാനവരെ? ഇത് പ്രതിപക്ഷത്തിന്റെ വെറും അടിസ്ഥാനരഹിതമായ ആരോപണമാണ്. ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നത്. അവർക്ക് പറയാൻ എന്തെങ്കിലും വേണ്ടേ? വേറെ ഒന്നും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് മാധവനാഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ അരിയാഹാരം തിന്നുന്നത് കേട്ടോ. ഞാൻ കരുതി ബോധമാണ് കഴിക്കുന്നത് കേട്ടോ. അരിയാഹാരമാണ് കഴിക്കുന്നത്. ഇവിടെ പ്രതിപക്ഷം പറയാതെ തന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പകതിരിവുണ്ട് കേട്ടോ. ഹൈക്കോടതിയാണല്ലോ പറഞ്ഞത് അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല എന്ന്. ഹൈക്കോടതിക്ക് നിങ്ങൾ 2 മുട്ട വയ്ക്കും. ജഡ്ജിക്ക് 2 മുട്ട വയ്ക്കും. കോടതി ഇലക്ഷൻ അല്ല, മുട്ട വയ്ക്കുന്നത് ജഡ്ജി അറിയുന്നില്ലല്ലോ. ചിലപ്പോ കോടതി ഇലക്ഷൻ എന്ന് പറഞ്ഞ് ഞങ്ങളെ പൂട്ടി അകത്തിട്ടല്ലോ. ഞങ്ങൾ അകത്തായി പിന്നെ ഞങ്ങൾ പുറത്താക്കാം. ഞങ്ങൾ അതന്നെ അകത്തായ ഞങ്ങൾ എങ്ങനെ പുറത്താക്കാനാ? അതേ മാനവരെ മുട്ട വയ്ക്കുന്നുണ്ട് ഞാൻ. ഹൈക്കോടതിക്കല്ല ഇരിക്കണം. എന്റെ കേട്ടോ, ഞാൻ തൊപ്പി കാണിച്ചു തരാം. ആ മുട്ടയൊന്നും ഏക്കൂല്ല കേട്ടോ. മുട്ട ചെല്ല്. മറ്റേ ആന മുട്ട വയ്ക്കും കേട്ടോ. ആന മുട്ടയിലേ തീരുള്ളൂ. ചെല്ല്. അയ്യോ ഏട്ടാ, വന്നേക്കുന്ന ഒലിക്കട മൂട്.